അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, പാഠമായില്ല നമുക്ക് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അടക്കമുണ്ടായ ദുരന്തങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കോടതിയുടെ നിർദ്ദേശങ്ങളടക്കം അവിടെ കാറ്റിൽ പറത്തപ്പെട്ടു. കേരളവും കരുതിയിരിക്കണം എന്ന് തോന്നുന്നു അല്ലേ, ഈ ആൾക്കടൽ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെയൊക്കെ? ഒന്നാമത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. ശ്രീ ലക്ഷ്മി പത്മ പറഞ്ഞ അവസാനത്തെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മറന്നു പോകാത്ത, അതായത് വലിയ മറവിയുള്ള ഒരു ജനതയ്ക്ക് ഏറ്റവും പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന രണ്ട് ദുരന്തങ്ങൾ എന്ന അർത്ഥത്തിലാണ്. പക്ഷെ നമുക്ക് എത്രയോ 60കളിലും 70കളിലും നമുക്ക് ഈ തിക്കും തിരക്കും മൂലമുണ്ടായ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കേരളത്തിൽ 1990 മുതൽ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കേരള പോലീസ് ആക്ടിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം സംഗതികൾ നേരത്തെ പ്ലാൻ ചെയ്ത്, പ്ലാനിങ്ങിലൂടെ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ആളുകൾ വരുമ്പോൾ കുടിവെള്ളം കിട്ടാതെ മരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരിക്കുന്നവരുണ്ട്, ശ്വാസം കിട്ടാതെ മരിക്കുന്നവരുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ പരിഹരിക്കാൻ പോലീസ് ആക്ടിൽ തന്നെ ഭേദഗതി വേണമെന്ന് നിർദ്ദേശിക്കുകയും 2011 കേരളത്തിൽ അത്തരൊരു ഭേദഗതി വരികയും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ നിയമമായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പൊ കൂടുതൽ ആളുകൾ വരുമ്പോൾ പോലീസിന്റെ ഒരു പെർമിഷൻ മേടിക്കണം, അതിന് പണമടച്ച് വാങ്ങിക്കണം എന്ന് നമ്മൾ പറയുന്നത് കേവലമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ മാത്രമല്ല. നമുക്ക് ഫയർഫോഴ്സിന്റെ സംവിധാനം രക്ഷ ആവശ്യമായിട്ട് വരും, നമുക്ക് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസ് അതിലൂടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഇത്തരത്തിലുള്ള തിക്കും തിരക്കും മൂലം ഉണ്ടാകാവുന്ന എല്ലാത്തരം സ്റ്റാമ്പേഡ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ശബരിമലയിൽ കണ്ടതല്ലേ. പുല്ലുമേട് ദുരന്തം നമ്മൾ മറന്നുപോയോ? അപ്പൊ അത്തരത്തിൽ ഏത് തരത്തിലുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഒരു റഷ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്? ഒരു തീപിടുത്തം ഇതിനകത്തുണ്ടായാൽ എങ്ങനെയാണ് ആളുകൾ പോകേണ്ടത് എന്നതിന്റെ ഒരു മോക്ക് ഡ്രിൽ ഉൾപ്പെടെ ഈ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് വേണം. നമ്മൾ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഒരു MLA-ക്ക് സംഭവിച്ച ഒരു ദുരന്തം നമ്മൾ കണ്ടതാണ്, സുരക്ഷാ വീഴ്ച. അപ്പൊ നമ്മൾ ഈ സുരക്ഷാ വീഴ്ചകളിൽ നിന്നൊന്നും പാഠം പഠിക്കാത്തൊരു ജനതയായി മാറുന്നു, ആളുകളെ വീണ്ടും കുരുതി കൊടുക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ സ്റ്റേറ്റിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് കാണേണ്ടത്. ഇപ്പൊ തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച, നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് എന്തിനാണ് ഇത്രയും അധികം പണം കൊടുത്ത് നമ്മൾ തീറ്റിപ്പോറ്റുന്നത്? സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമല്ല, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ആളുകളെ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഏകദേശം എത്ര പേര് വരുമെന്ന്. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് പ്രിവെൻഷൻ ഓഫ് ക്രൈമും കൂടി സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്. അത്തരം റെസ്ട്രിക്ഷൻസ് സ്റ്റേറ്റ് ഏർപ്പെടുത്തേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ തമിഴ്നാടിനെ സംഭവിച്ച ഒരു ദുരന്തം, തമിഴ്നാട് നേരത്തെ ഇത്തരത്തിലുള്ളൊരു സംഗതി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോലീസ് ശ്രമിച്ചപ്പോൾ തമിഴ്നാട് ഹൈക്കോടതിയും മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെട്ട് RSSന്റെ പഥസഞ്ചലനങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ അവരുടെ ഇന്റേണൽ ഇഷ്യൂവിൽ പോലും കോടതി ഇടപെട്ട് ഒരു സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രീസിഡന്റ് അവരുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് അവർ ഇത്തരമൊരു പ്രത്യേകിച്ച് ഒരു എതിർ രാഷ്ട്രീയ കക്ഷി ഇത്തരമൊരു സംഗതി തുടങ്ങുമ്പോൾ അതിനെ നിയന്ത്രിച്ചു എന്ന ഒരു പഴി വേണ്ട എന്ന് വിചാരിച്ച് പലപ്പോഴും സർക്കാരുകൾ കൈയൊഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരു മാസീവായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലത്തെല്ലാം ഇത്തരം ഒരു സുരക്ഷ ഇത് ആവശ്യമാണ്, അതിനൊരു പ്രോട്ടോകോൾ ആവശ്യമാണ്, അതിനൊരു ഫിക്സിംഗ് ഓഫ് ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഈ ഇത്രയും ആളുകൾ മരിച്ചതിനൊരു ഉത്തരവാദി ഉണ്ടായേ പറ്റൂ. അത് ആരാണെന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു SOPയും ഒരു നിയമ സംവിധാനവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ കോളുകളുടെ അനുസരിച്ച് ഇത്തരം ഡയലൂഷൻസ് സംഭവിക്കാതിരിക്കുള്ളൂ. കർശനമായി അത് നടപ്പാക്കണം, ഏത് പാർട്ടി വന്നാലും എന്ന്. അതുപോലെ ലക്ഷ്മി, നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ ജീവന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ആ സുരക്ഷിതത്വം അതിനുവേണ്ടിയാണ് സ്റ്റേറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരം വീഴ്ചകൾ ഇല്ലാതെ നോക്കാൻ ഇനിയെങ്കിലും ഇത്രയും ദുരന്തങ്ങൾക്ക് ശേഷമെങ്കിലും കർശനമായ സംവിധാനം ആവശ്യമാണ്. തമിഴ്നാട്ടിൽ നടന്ന ദുരന്തത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് ഇനി വരുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മണ്ടത്തരമായിരിക്കും. പ്രത്യേകിച്ചും ഈ വലിയ ആൾക്കൂട്ടങ്ങൾ ഒരു ദുരന്ത സാധ്യതയാണെന്ന് നമ്മുടെ ആളുകൾക്ക്, യുവാക്കൾക്ക് ഒന്നും ഒരു തോന്നലില്ല എന്നുകൂടി എനിക്ക് തോന്നാറുണ്ട് ഹരീഷ്. പലപ്പോഴും നമ്മളൊരു കടലിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം ശ്രദ്ധ പുലർത്തും, മഴ പെയ്യുമ്പോൾ എന്തുമാത്രം ശ്രദ്ധ പുലർത്തും, വൈദ്യുതി ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തുമാത്രം ശ്രദ്ധ പുലർത്തും. പക്ഷേ ഒരു ആൾക്കൂട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഒരു തിക്കിലും തിരക്കിലും എത്തുമ്പോൾ അതൊരു അപകട സാധ്യതയാണെന്ന്, അതൊരു ആൾ ബോംബായി മാറാൻ കഴിയും എന്നുള്ളത്, ഈ ആൾക്കൂട്ടം എന്നുള്ളത് ആരും തന്നെ അത് മുൻകൂട്ടി കാണുന്നില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ കാര്യമെടുത്താൽ ഇപ്പോൾ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയൊക്കെ എഴുതുന്നത് കണ്ടു, മെസ്സി അടക്കം വരികയാണ്, നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. നമ്മുടെ യുവാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ഇല്ല എന്നുകൂടി തോന്നാറുണ്ട് ഹരീഷ്.
ഞാൻ ഇപ്പോൾ ലക്ഷ്മി ഇത് പറയുമ്പോൾ 1 മണിക്കൂറേ ആയുള്ളൂ ഞാൻ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ അവിടെ മുഴുവൻ നടന്നു നോക്കുകയായിരുന്നു. ഞാനും എന്റെ സുഹൃത്തും മെസ്സി വരാൻ പോകുന്നു, അവിടെ ചില പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ ചില സംഗതി. പക്ഷെ അവിടുത്തെ സുരക്ഷാ വീഴ്ച ഇപ്പോഴും വലിയ കൂടുതലാണ്. ഞാൻ ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ തന്നെ ഒരു പെറ്റീഷൻ കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ് വ്യക്തിപരമായി. കാരണം ആളുകൾ നടന്നു പോകുന്ന പേയ്മെന്റ്സിൽ പോലും പലപ്പോഴും കല്ലുകൾ ഇളകി കിടക്കുകയാണ്. അവിടെ ദുരന്തം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മാത്രമല്ല മെസ്സിയുടെ ഒരു ഈവന്റ് സംഘടിപ്പിക്കുന്ന ആളുകൾ അവർ ടിക്കറ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും സുരക്ഷാ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ? അത് വായിച്ചതായിട്ട് എന്തെങ്കിലും ഉറപ്പ് അവരിൽ നിന്ന് മേടിക്കുന്നുണ്ടോ? ഈ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതായിട്ട് പോലീസ് ഉറപ്പാക്കുന്നുണ്ടോ? ഈ വിളിക്കുന്നത് ആരൊക്കെയാണ്, അവരുടെ ഫോൺ നമ്പറുകൾ എന്തൊക്കെയാണ്, അവരുടെ ഐഡന്റിറ്റി എങ്ങനെയാണ്, അവരെ കോൺടാക്ട് ചെയ്തൊരു ഓഡിയോ നമുക്കറിയാം. നമ്മുടെ ഫോൺ കമ്പനികളോട് പറഞ്ഞാൽ ഒരു ഓഡിയോ മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് കേൾപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്ക് ഒരു വേണമെങ്കിൽ ഒരു നേരത്തെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ നടത്തിയിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സുരക്ഷാ മുൻകരുതൽ കൊടുക്കാവുന്നതാണ്. മെസ്സിയുടെ ആണ് നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു ഈവന്റ്. ഇതുപോലുള്ള ഈവന്റുകൾ നടന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ആരും ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ഒരു MLA ജീവൻ പോകുന്നത് പോലെ ICUവിൽ കിടന്നിട്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് നമുക്ക് എവിടെയെങ്കിലും അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിൽ കുറ്റവാളിയാണോ? ഇപ്പോഴും എന്തെങ്കിലും നടപടി നേരിടുന്നുണ്ടോ? അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഈവന്റുകൾ ലിസ്റ്റ് ചെയ്ത് അതിന് വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കി ഇവിടം സുരക്ഷിതമാണ് എന്ന് സർക്കാർ പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് നടപ്പാക്കുന്ന ആളുകൾക്കുമുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മെസ്സിയുടെ ഈവന്റ് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി വരാൻ ഇപ്പൊ ഈ അമൃതോത്സവം കഴിഞ്ഞേ ഉള്ളൂ. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അമൃതാനന്ദമയുടെ അവിടെ. അതുപോലെ ഓരോ സ്ഥലത്തും കേരളത്തിൽ തൃശ്ശൂർ പൂരം നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഓഡിറ്റിംഗ് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ മുരളി തുമ്മാരുടിയെ പോലുള്ള ആളുകളൊക്കെ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. നമുക്ക് സുരക്ഷയെ സംബന്ധിച്ച് മലയാളിക്ക് ഒരു വൈമുഖ്യം ഉണ്ട് ഇത് നടപ്പാക്കാൻ. ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടി കൂടുതലുണ്ട്. ആ കാഷ്വൽ ആറ്റിറ്റ്യൂഡിന് നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സങ്കടം. പ്രത്യേകിച്ചും ആൾക്കൂട്ട ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളത് താങ്കൾ ഈ പറഞ്ഞ പോലെ ഉത്സവ പൂരപ്പറമ്പുകളൊക്കെയാണ്. അവിടെയാണെങ്കിൽ ഇടയാൻ ഭാഗത്തിലുള്ള ആനകളെയും കൊണ്ടുവന്ന് അണിനിരത്തി നിർത്തിയിട്ടുണ്ട്. പറയുമ്പോൾ പലപ്പോഴും ആചാരവിരുദ്ധമായി പോവും, അല്ലെങ്കിൽ തന്നെ ആനപ്രേമികളെ അത് ഹേർട്ട് ചെയ്യും. അപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു പാഠമാണ് കരൂർ നൽകുന്നത് എന്ന് തോന്നുന്നു അല്ലേ? നീലേശ്വരത്ത് 550 വീലക്കാവൽ എന്ന് പറഞ്ഞ എന്റെ വീടിന്റെ അവിടുന്ന് കൃത്യം 500 മീറ്ററിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ്. ലക്ഷ്മി ഓർക്കുന്നുണ്ടാവും എന്തുമാത്രം പേരാണ് മരിച്ചത്, വെന്ത് പൊള്ളി മരിച്ചത് കഴിഞ്ഞ വർഷം. പക്ഷെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെയ്യക്കോലങ്ങൾക്കും അത്തരം ഈവന്റ്സിനും റിലീജിയസ് ഫെസ്റ്റിവൽസ് ആണെങ്കിൽ പോലീസ് കൊടുക്കുന്ന ഇളവ് അത് ഈ നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഇളവുകളാണ് പലപ്പോഴും. ബോംബ് ഉൾപ്പെടെയുള്ള, അതായത് ബോംബിന്റെ സ്വഭാവത്തിലുള്ള പടക്ക സംഗതികളൊക്കെ, എക്സ്പ്ലോസീവ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് പലപ്പോഴും നിയമവിരുദ്ധമായിട്ടാണ്. ഇങ്ങനെ നമ്മൾ റിലീജിയന്റെ പേരിൽ നടക്കുന്ന ഉത്സവങ്ങളിലെല്ലാം ഈ ഇളവുകൾ കൊടുക്കുന്നത് ആളുകളുടെ ജീവന്റെ ചെലവിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അത്തരം നിയമങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കർശനമായി അത് പാലിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പോലീസ് മേധാവി ഉൾപ്പെടെ ഇപ്പോൾ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ പരിഹരിക്കാത്തതിൽ. അത്തരത്തിലുള്ള ഈ കാര്യത്തിൽ സീറോ ടോളറൻസ് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ആൾക്കൂട്ടത്തിൽ ചവിട്ടി കൊല്ലപ്പെടേണ്ട ആളുകളല്ല നമ്മുടെ മനുഷ്യർ. അവരെത്ര സാധാരണക്കാരായാലും എത്ര പാവപ്പെട്ടവരായാലും അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം മറ്റെല്ലാവരെയും പോലെ ഉണ്ട്. അവർക്ക് പോയാൽ അതേ രൂപത്തിൽ തിരിച്ചു വരാനുള്ള ഒരു റൈറ്റ് ടു ലൈഫിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ അത് സ്റ്റേറ്റ് ഉറപ്പുവരുത്തേണ്ട സംഗതിയാണ്. തീർച്ചയായും പാഠമാകണം ഈ കരൂർ ദുരന്തം എന്നുള്ളതാണ്. വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 40 നിരപരാധികളായിട്ടുള്ള മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. അത്രയധികം അത്യന്തം ദുഃഖത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.